നന്ദഗ്രാമത്തിലെ തിരുവുകളിൽ മാതാ യശോദയുടെ സ്നേഹശാസനങ്ങളിൽ നിന്ന് കുസൃതി കണ്ണൻ ഓടി മറയാൻ ശ്രമിക്കുകയായിരുന്നു. കണ്ണാ നിൽക്കവിടെ. മാതാവിന്റെ വിളികേട്ട് കയ്യിലെ വടിയോർത്ത് ഭയന്ന ഉണ്ണിക്കണ്ണൻ എവിടെയെങ്കിലും അഭയം തേടി ഓടി. ആ ഓട്ടം ചെന്ന് അവസാനിച്ചത് ഒരു കുശവന്റെ ചെറിയ കുടിലിന്റെ വാതിൽക്കലാണ്. കുശവൻ എന്ന് പറഞ്ഞാൽ മൺപാത്രം നിർമ്മിക്കുന്നയാൾ. അവിടെ മണ്ണും മനസ്സും ഒന്നായി ശ്രദ്ധയോടെ മൺപാത്രങ്ങൾ മെനയുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഭക്തൻ. തന്റെ മുന്നിൽ കിതച്ചോടി വന്ന് ഭയം നിഴലിക്കുന്ന കണ്ണുകളുമായി നിൽക്കുന്ന സാക്ഷാൽ പരംപൊരുളിനെ കണ്ടതും ആ കുശവന്റെ ഹൃദയം ഭക്തിയാൽ നിറഞ്ഞു. എന്നിട്ട് പെട്ടെന്ന് ഉണ്ണിക്കണ്ണൻ ആ കുശവനോട് പറഞ്ഞു, അലയോ കുശവ, മാതാ യശോദ വടിയുമായി എന്നെ തേടി വരുന്നുണ്ട്. ദയവായി എന്നെ എവിടെയെങ്കിലും ഒളിപ്പിക്കാമോ? ഭഗവാന്റെ ആ ചോദ്യം കേട്ട് മറ്റൊന്നും ചിന്തിക്കാതെ ആ കുശവൻ താൻ ഉണ്ടാക്കിയ ഏറ്റവും വലിയ മൺകലത്തിൽ ഭഗവാൻ ഉണ്ണിക്കണ്ണനെ ആ കലത്തിലാക്കി അടച്ചു വെച്ചു. അധികം താമസിയാതെ കയ്യിൽ വടിയും മുഖത്ത് ദേഷ്യവുമായി മാതാ യശോദ അവിടേക്ക് ഓടിയെത്തി. കുശവ, നീ എന്റെ കണ്ണനെ കണ്ടുവോ? അവൻ ഇതുവഴി ഓടി വരുന്നത് ഞാൻ കണ്ടായിരുന്നു. കൈ കൂപ്പിക്കൊണ്ട് അവിശ്വസനീയമായ ശാന്തതയോടെ ആ ഭക്തൻ പറഞ്ഞു, ഇല്ല മാതേ, ഞാൻ കണ്ണനെ കണ്ടില്ല. ഭഗവാന് വേണ്ടി ഒരു ഭക്തൻ നിഷ്കളങ്കമായ അസത്യം പറയുകയും ചെയ്യുന്ന ആ മനോഹര നിമിഷം. തുടർന്ന് മാതാ യശോദ അവിടെയെല്ലാം തിരഞ്ഞിട്ടും കണ്ണനെ കാണാതെ മടങ്ങുകയും ചെയ്തു. കുശവ, മാതാവ് മടങ്ങിയെന്ന് തോന്നുന്നു. കലത്തിനകത്തു നിന്നും കണ്ണന്റെ മധുര ശബ്ദം കേട്ടു. ദയവായി എന്നെ പുറത്തിറക്കൂ. അപ്പോൾ ആ കുശവൻ ഭഗവാന്റെ മുന്നിൽ ഒരു പുഞ്ചിരിയോടെ നിന്നു. ഭഗവാനെ, അങ്ങേ അത്ര എളുപ്പത്തിൽ പുറത്തുവിടാൻ എനിക്കാവില്ല. അങ്ങ് എനിക്കൊരു വാക്ക് നൽകണം. എന്ത് വാക്ക്? കണ്ണൻ ചോദിച്ചു. ഈ 84 ജന്മങ്ങളുടെ ഭയാനകമായ സംസാര ചക്രത്തിൽ നിന്ന് അങ്ങ് എന്നെ മോചിപ്പിക്കണം. കുശവൻ കൈകൾ കൂപ്പിക്കൊണ്ട് കണ്ണനോട് പറഞ്ഞു. കൃഷ്ണൻ മധുരമായി പുഞ്ചിരിച്ചു. തീർച്ചയായും ഞാൻ നിനക്ക് മോക്ഷം വാഗ്ദാനം ചെയ്യുന്നു. ഇനി എന്നെ പുറത്തിറക്കൂ. പോരെ ഭഗവാനെ. കുശവൻ തലയാട്ടി. എനിക്ക് മാത്രമല്ല, എന്റെ ഈ കുടിലിൽ ഉള്ളവർക്കും എന്റെ കുടുംബത്തിനും അങ്ങ് മോക്ഷം നൽകണം. അങ്ങനെയാകട്ടെ. കൃഷ്ണൻ സ്നേഹത്തോടെ സമ്മതിച്ചു. നിന്റെ കുടുംബവും മോചിതരാകും. എന്നിട്ടും ആ ഭക്തൻ തൃപ്തനായില്ല. പ്രഭു, അങ്ങയെ ഒളിപ്പിച്ച ഈ കലം നിർമ്മിക്കാൻ മണ്ണ് ചുമന്ന എന്റെ കാളകൾ, അവരും അങ്ങയെ പരോക്ഷമായി സേവിച്ചവരല്ലേ? അവരെയും അങ്ങ് അനുഗ്രഹിക്കണം. ഭക്തന്റെ നിഷ്കളങ്കമായ സ്നേഹത്തിൽ കൃഷ്ണന്റെ ഹൃദയം അലിഞ്ഞു. വളരെ നല്ലത്, അവരും മോചിതരാകട്ടെ. അപ്പോഴും ആ കുശവൻ കലത്തിൽ നിന്നും ഭഗവാനെ പുറത്തിറക്കിയില്ല. ആനന്ദ കണ്ണീരോടെ അദ്ദേഹം അവസാനത്തെ അപേക്ഷയും സമർപ്പിച്ചു. കണ്ണ, എന്റെ അവസാനത്തെ ആഗ്രഹം, നമ്മുടെ ഈ സംഭാഷണം, ഈ മനോഹരമായ കഥ എന്നെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് ആരാണോ ഭക്തിയോടെ കേൾക്കുന്നത് അവർക്കും ഈ 84 ലക്ഷം ജന്മങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് മോചനം ലഭിക്കണം. തന്റെ ഭക്തന്റെ ലോകം മുഴുവൻ വ്യാപിക്കുന്ന ആ നിഷ്കളങ്ക സ്നേഹം കണ്ട് ഭഗവാന്റെ കണ്ണുകൾ നിറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, തഥാസ്തു. ഈ കഥ ആര് പൂർണ്ണ വിശ്വാസത്തോടെ കേൾക്കുന്നുവോ അവരും മോചിതരാകും. തുടർന്ന് ആ കുശവൻ ഭഗവാനെ കലത്തിൽ നിന്ന് പുറത്തിറക്കി. ഭക്തി കൊണ്ട് മതിമറന്ന അദ്ദേഹം ഭഗവാന്റെ പാദങ്ങൾ കഴുകി ആ പാദതീർത്ഥം പാനം ചെയ്യുകയും ഭഗവാനെ ആലിംഗനം ചെയ്ത് സ്നേഹത്തിന്റെ കണ്ണുനീർ പൊഴിയുകയും ചെയ്തു. ഒടുവിൽ അദ്ദേഹം ഭഗവാൻ കൃഷ്ണന്റെ ദിവ്യ സാന്നിധ്യത്തിൽ ലയിച്ചു ചേർന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ബാല്യകാലത്തെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. രാധേ രാധേ.